പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്തിൽ വോട്ടിംഗ് ക്രമക്കേട് നടന്നതായി പരാതി. പോളിംഗ് നടന്നതിനേക്കാൾ 110 വോട്ടുകൾ അധികമായി മെഷീനിൽ രേഖപ്പെടുത്തി. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും NTA പരാതി നൽകി. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്നലെ ആയിരുന്നു തെരഞ്ഞെടുപ്പ്. അതായത് ഈ പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ നടന്നിട്ടുള്ള ഈ വോട്ടിംഗ് ഇതിലാണ് ക്രമക്കേട് നടന്നതായിട്ട് ഇപ്പോൾ NTA ആരോപിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പോളിംഗ് നടന്നതിനേക്കാൾ 110 വോട്ടുകൾ അധികമായിട്ട് മെഷീനിൽ രേഖപ്പെടുത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് ഇന്നലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇലക്ഷൻ അധികൃതരെ ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നീട് 24 മണിക്കൂറുകൾക്ക് ശേഷവും യാതൊരു നടപടിയും ഇവരുടെ ഓഫീസർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഔദ്യോഗികമായിട്ടും നിയമ നടപടിയുമായിട്ടും പരാതിയുമായിട്ടും ഇപ്പോൾ NTA പോകാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട് NTA പരാതി നൽകിയിരിക്കുകയാണ്. NTAയുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തും സ്ഥാനാർത്ഥിയായിട്ടുള്ള ഐശ്വര്യ RR ആണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നതായിട്ടുള്ള ആരോപണം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് LDFും UDFും ഈ വിഷയം അറിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു പ്രതികരണമോ ഇതിനെതിരായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. അവർ പൂർണ്ണമായിട്ടും ഇതിന് മൗനം പാലിക്കുകയാണ് എന്നും ഈ NDA സ്ഥാനാർത്ഥി ഐശ്വര്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ബാക്കി കോടതി നടപടികളിലേക്ക് കൂടി കടക്കുമെന്നാണ് ഇപ്പോൾ NDA അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്തിൽ പോളിംഗ് നടന്നതിനേക്കാൾ 110 വോട്ടുകൾ അധികമായി മെഷീനിൽ രേഖപ്പെടുത്തി. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും NTA പരാതി നൽകി. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.